CPIM പ്രവർത്തകൻ UK സലീം വധക്കേസിൽ പോലീസ് കണ്ടെത്തിയത് യഥാർത്ഥ പ്രതികളെയല്ലെന്ന് പിതാവ് KP യൂസഫ് 24-നോട്. മകനെ കൊലപ്പെടുത്തിയത് CPIMകാർ തന്നെയാണെന്നാണ് പിതാവിന്റെ മൊഴി. തലശ്ശേരി കോടതിയിൽ വിചാരണയ്ക്കിടെ പിതാവ് നൽകിയ മൊഴിയുടെ പകർപ്പും 24-ന് ലഭിച്ചു. പോലീസ്, SP, മുഖ്യമന്ത്രി, പ്രതിപക്ഷം എല്ലാവർക്കും ഞാൻ കൊടുക്കുന്ന കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഫോൺ കണ്ടെടുത്തരാണ് സത്യം തരും. കാരണം ആരാ ഇവനെ വിളിച്ച് എന്തിനാ അങ്ങോട്ട് കൊണ്ടുവന്ന് തിരിയണ്ടേ? അതില്ല. ഇവരെല്ലാം എന്നിട്ട് എൻ്റെ സത്യം കണ്ടുപിടിക്കുന്ന കോടതി ഇന്നും പറയുന്നതാ. കോടതി എന്നോട് നിങ്ങളിവിടെ രക്ഷപ്പെടുത്താനല്ലേ പറയും. ഞാൻ പറഞ്ഞല്ല, എൻ്റെ മോനെ കൊന്നത് കണ്ട് ഇവരെല്ലാം നിനക്ക് ബോധ്യമുണ്ട്, അതുകൊണ്ടാണ് സത്യം കണ്ടുപിടിക്കുന്നത് പറഞ്ഞു. കാരണം ഇതന്നെ ഫസലുമായിട്ട് ബന്ധപ്പെട്ട കേസിൻ്റെ രഹസ്യം എനിക്കറിയാം. അതെ, അതിൻ്റെ രഹസ്യം എനിക്കറിയാം. എനിക്കറിയാം, റെയ്സിനും അറിയായിരുന്നു. അപ്പോൾ റെയ്സ് മരണപ്പെട്ടവരാണ് എനിക്കാകെ ബേജാറായി. ഇവൻ്റെ പേടി കണ്ടിട്ട് വീണ്ടും ഗൾഫിലേക്കൊക്കെ തീരുമാനിച്ചു. അവൻ്റെ സുഹൃത്തുക്കൾ തന്നെ പലരും സംശയം പ്രകടിപ്പിച്ചിരുന്നു. പക്ഷെ അവർ വെളിയിൽ പറയില്ല, പാർട്ടിനെ പേടിച്ചിട്ട്. സത്യം തേടി. കാരണം ഇതിൽ പലതും സംഗതിയും പേടിച്ചിട്ട് ഇത് മാത്രമല്ല, എൻ്റെ മോൻ്റെ പല കൊലപാതകം തേടി വന്നാൽ. പക്ഷെ അതിന് മെനക്കെടണ്ടേ? ഇത്രയും നമ്മളെപ്പോലത്തെ പാവങ്ങൾ എന്താ ചെയ്യുക? വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് ചേരുന്നത് അരുൺ പൂപ്പറമ്പയാണ്. അരുൺ, ഗുഡ് മോർണിംഗ്. വളരെ ഗുരുതരമായ ചില ആരോപണങ്ങളാണല്ലോ ഇപ്പോൾ പിതാവ് ഉന്നയിച്ചിരിക്കുന്നത്. മകനെ കൊലപ്പെടുത്തിയത് CPIMകാർ തന്നെയാണെന്നാണ് പിതാവിന് മൊഴി. ഒപ്പം തന്നെ മറ്റു പല കൊലപാതക കേസുകളുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും മകൻ ഉൾപ്പെടെ അറിയാമായിരുന്നു. ഇക്കാര്യങ്ങളിലൊക്കെ സത്യം തെളിയും എന്നൊരു ശുഭാപ്തി വിശ്വാസം കൂടി അദ്ദേഹം പ്രകടിപ്പിക്കുന്നുണ്ടല്ലോ. ക്രിസ്റ്റീന, ഗുഡ് മോർണിംഗ്. തലശ്ശേരി പുന്നൂരിലെ UK സലീം, CPM പ്രവർത്തകനായ UK സലീമിൻ്റെ കൊലപാതകം നടന്നത് 2008 ജൂലൈ 23-നാണ്. ആ കേസിൻ്റെ വിചാരണ ഇപ്പോൾ തലശ്ശേരി ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് യൂസഫിനെ, സലീമിൻ്റെ പിതാവ് യൂസഫിനെ പ്രതിഭാഗം വിസ്തരിച്ചത്. വിസ്തരിക്കുന്ന ഘട്ടത്തിലാണ് കോടതിയോട് പറഞ്ഞത്, നിലവിൽ പോലീസ് ുള്ള പ്രതികൾ ഇതിൽ യഥാർത്ഥ പ്രതികളല്ല, തൻ്റെ മകനെ കൊലപ്പെടുത്തിയത് CPM പ്രവർത്തകർ തന്നെയാണെന്ന മൊഴി തലശ്ശേരി കോടതിയിൽ ഈ സലീമിൻ്റെ പിതാവ് യൂസഫ് നൽകിയത്. അതിൽ ചില കാരണങ്ങൾ കൂടി, അങ്ങനെ സംശയിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ബോധ്യപ്പെടാൻ ഉള്ള ചില കാരണങ്ങൾ കൂടി യൂസഫ് കോടതിയിൽ പറഞ്ഞിട്ടുണ്ട്. സലീമിൻ്റെ ഫോണ്, അതായത് കൊല്ലപ്പെടുന്ന ഘട്ടത്തിലുണ്ടായിരുന്ന ഫോണ് അന്വേഷണത്തിൻ്റെ ഒരു ഘട്ടത്തിലും വീണ്ടെടുക്കാൻ പോലീസിന് സാധിച്ചിട്ടില്ല. ആ ഫോണിലേക്ക് അവസാനമായി വിളിച്ചത് CPM പ്രവർത്തകരാണ്. എന്തുകൊണ്ടാണ് ആ ഫോണ് വീണ്ടെടുക്കാത്തത്? ആ ഫോൺ വീണ്ടെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും അല്ലെങ്കിൽ പല ഘട്ടങ്ങളിലായി പല സർക്കാരുകൾ മാറി വന്ന ഘട്ടത്തിലും മുഖ്യമന്ത്രികളൊക്കെ സമീപിച്ചിരുന്നു, കോടതികളെ സമീപിച്ചിരുന്നു. പക്ഷേ അതിൽ കൃത്യമായൊരു വ്യക്തത ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നു. അതോടൊപ്പം ചില ആരോപണങ്ങൾ, ചില വെളിപ്പെടുത്തൽ കൂടിയുണ്ട്. തലശ്ശേരിയിൽ തന്നെ നടന്ന ഫസൽ വധക്കേസുമായി ഈ സലീമിൻ്റെ വധത്തിനും ബന്ധമുണ്ട്. അതായത് ഫസൽ വധക്കേസിൻ്റെ ചില രഹസ്യങ്ങൾ സലീമിന് അറിയാമായിരുന്നു. അതാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന ഗുരുതരമായിട്ടുള്ള വെളിപ്പെടുത്തൽ ഉൾപ്പെടെ ഈ പിതാവിൻ്റെ ഭാഗത്ത്, യൂസഫിൻ്റെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. ഇത് കോടതിയിൽ തന്നെ നിയമപരമായി വിചാരണ ഘട്ടത്തിൽ കോടതിയിൽ തന്നെ മൊഴിയുടെ വിശദാംശങ്ങളാണ് പുറത്തു വരുന്നത്. എന്തായാലും ഇതെങ്ങനെ കോടതി പരിഗണിക്കും? ഈ മൊഴി വിശ്വാസത്തിലെടുക്കുമോ? ഇതിൽ കൃത്യമായ ഈ മൊഴി എന്നതിനപ്പുറത്തേക്ക് കൃത്യമായ തെളിവുകൾ ഉണ്ടോ എന്നൊക്കെ ഒരു ലീഗലി അത് പരിശോധിക്കേണ്ടത് കോടതിയാണ്. ഈ മൊഴി നൽകുന്ന ഘട്ടത്തിൽ തന്നെ പ്രോസിക്യൂഷൻ അതിൽ എതിർഭാഗം വാദം ഉന്നയിച്ചിരുന്നു. നിങ്ങൾ ഈ പിതാവ് എന്ന നിലയിൽ കേസ് അട്ടിമറിക്കാനാണോ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ യഥാർത്ഥ പ്രതികളെ രക്ഷപ്പെടുത്താനാണോ ശ്രമിക്കുന്നത് എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ യൂസഫ് പറഞ്ഞത് യഥാർത്ഥ പ്രതികളെ കണ്ടെത്താനാണ്. അത് ആദ്യമായല്ല ഈ അന്വേഷണത്തിൽ പിതാവ് അതിർത്തി പ്രകടിപ്പിക്കുന്നു. നേരത്തെ തന്നെ ഈ അന്വേഷണം ശരിയായ ദിശയിലല്ല എന്ന ആദ്യഘട്ടത്തിൽ, ഈ കൊലപാതകം നടന്ന ആദ്യഘട്ടത്തിൽ തന്നെ ലോക്കൽ പോലീസിൻ്റെ അന്വേഷണം ശരിയായ ദിശയിലല്ല, യഥാർത്ഥ പ്രതികളല്ല, അതുകൊണ്ട് CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതി ഉൾപ്പെടെ സമീപിക്കുകയും ചെയ്തിരുന്നു യൂസഫ്. എന്തായാലും അതിനൊടുവിൽ ഇപ്പോൾ വിചാരണ ഘട്ടത്തിലും അതേ നിലപാട്, അതേ അഭിപ്രായത്തിൽ തന്നെയാണ് ഈ സലീമിൻ്റെ പിതാവുള്ളത്. CPIM ഈ രക്തസാക്ഷി ഫണ്ട് ഉൾപ്പെടെ പിരിച്ച് തനിക്ക് തന്നിരുന്നു. അത് ഈ കോടതിയിൽ നിയമപോരാട്ടത്തിന് വേണ്ടിയാണ് ഉപയോഗിച്ചത് എന്നുൾപ്പെടെ പറയുന്നുണ്ട്. എന്തായാലും ഇത് എങ്ങനെ കോടതി ഇത് ഏത് രീതിയിൽ പരിഗണിക്കും? ഇതിനെന്തെങ്കിലും തെളിവുകളുണ്ടോ? ഒരു മൊഴി എന്നതിനപ്പുറത്തേക്ക് പിതാവ് പറയുന്നതിന് എന്തെങ്കിലും തെളിവുകൾ ഉണ്ടോ എന്ന് കോടതി പരിശോധിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വിചാരണ
അന്തിമഘട്ടത്തിൽ കൂടിയാണ്. ഇതെങ്ങനെ ഈ കേസിനെ സ്വാധീനിക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ ആരോപിക്കുന്നത് പോലെ ഇത് കേസ് അട്ടിമറിക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ നിലവിലുള്ള NDF പ്രവർത്തകരായിട്ടുള്ള 7 പേരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഏതെങ്കിലും തരത്തിൽ ഇടപെടൽ നടന്നിട്ടുണ്ടോ എന്ന കാര്യം ഉൾപ്പെടെ കോടതിയുടെ പരിഗണനയിലേക്ക് വരും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ശരി, ഫസൽ കൊലപാതക കേസിലുൾപ്പെടെ ചില രഹസ്യങ്ങൾ തന്റെ മകന് അറിയാമായിരുന്നുവെന്നും ഈ രഹസ്യങ്ങൾ കുഴിച്ചുമൂടുക എന്ന ഉദ്ദേശത്തോടുകൂടെ CPIM പ്രവർത്തകർ തന്നെയാണ് തന്റെ മകനെ കൊന്നതെന്നുമുള്ള വെളിപ്പെടുത്തലിലാണ് UK സലീമിന്റെ പിതാവ്. വിവരങ്ങൾ നൽകുകയായിരുന്നു കണ്ണൂരിൽ നിന്ന് അരുൺ പൂപ്പർ.